നമ്മളിൽ പലരും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു തവണയെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത്. ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്തവർ ആദ്യമായിട്ട് എന്താ ഈ സംഭവം എന്ന് തിരക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ആഡിലാണെങ്കിലും അതല്ല ഏതെങ്കിലും വീഡിയോസിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിലും നമുക്കറിയാം സ്കിൻ ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന്. ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴും കറുപ്പിന് ഏഴഴകാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മളിൽ പലരും സ്കിൻ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പൊടിക്കൈ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരീക്ഷിക്കാതിരിക്കുന്നവരല്ല. അതിനായിട്ട് ബ്ലീച്ചിങ് പോലുള്ള വഴികളും വെളുത്തു മാറാൻ സഹായിക്കുന്ന ബ്രിട്ടീഷ് ക്രീമുകളും ഒക്കെ നമ്മളിൽ പലരും ട്രൈ ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള ഒരു സംഭവം കയറി വരുന്നത്. ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻ, ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്, ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അത് മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് നമ്മളിൽ പലരും അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താണിത്, അതെന്താണ് സംഭവം, അതെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതൊന്നും മിക്കവാറും ആരും അന്വേഷിക്കാൻ പോകാറില്ല. നമ്മുടെ ഏത് രണ്ടുപേരും എടുത്താലും, അപ്പം നമ്മുടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെയൊക്കെ സ്കിൻ കളറിന് നേരിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ കളർ നമ്മുടെ സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാനിൻ എന്ന ഘടകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന 3 അമിനോ ആസിഡ്സ് അടങ്ങിയ വളരെ ശക്തിയുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്ന് കരുതി നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക എന്നുള്ള ജോലി മാത്രമല്ല ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത്, മറ്റ് പ്രധാനപ്പെട്ട ജോലികളും നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ മിക്ക സെൽസിലും ഇത് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഇവ അടങ്ങിയിട്ടുണ്ട്. ഈ സൈറ്റോപ്ലാസത്തിൽ ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പിന്നീട് അത് സെല്ലിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ പുറന്തള്ളുന്നത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പ്രധാനമാണ്. ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രധാനപ്പെട്ട ജോലിയും ഇത്തരത്തിൽ നമ്മുടെ സെൽസിൽ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ പുറന്തള്ളുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളിൽ ചില അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ നമുക്ക് പ്രായമായി വരുന്ന സമയത്തുമൊക്കെ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ചില അസുഖങ്ങളുടെയൊക്കെ ചികിത്സയ്ക്കായിട്ട് ഇത്തരം ഗ്ലൂട്ടാത്തയോൺ നൽകുമ്പോൾ പലരിലും ഇത് സ്കിന്നിലേക്ക് കൂടി വലിച്ചെടുക്കപ്പെട്ട് സ്കിൻ കളർ ലൈറ്റായിട്ട് മാറിയതായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് പല സൗന്ദര്യവർദ്ധക ഘടകങ്ങളിലും ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് സ്കിൻ ബ്രൈറ്റ്നസ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് മെലാനിൻ എന്ന പിഗ്മെൻറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഇരുണ്ട നിറം വരുന്നത്. മെലാനിൻ ഉൽപ്പാദനത്തിനായിട്ട് തൈറോസിനേസ് എന്ന എൻസൈം ആവശ്യമാണ് നമ്മുടെ സ്കിന്നിന്. ഗ്ലൂട്ടാത്തയോൺ ഈ തൈറോസിനേസിനെ ഉൽപ്പാദനം തടഞ്ഞാണ് നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്നത്. നമ്മളിൽ പലരും ഇതൊക്കെ ഈ അടുത്ത സമയത്താണ് കേട്ട് തുടങ്ങിയതെങ്കിൽ പോലും നമ്മൾ കാണുന്ന പല സെലിബ്രിറ്റീസും ഇത് പണ്ടേക്ക് തന്നെ പരീക്ഷിച്ചിട്ടുള്ളവരാണ്. ഇനി നമുക്ക് ഗ്ലൂട്ടാത്തയോൺ തെറാപ്പി എന്താണെന്ന് നോക്കാം. ഗ്ലൂട്ടാത്തയോൺ തെറാപ്പിയെ IV ഗ്ലൂട്ടാത്തയോൺ തെറാപ്പി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻട്രാവീനസ് ഗ്ലൂക്കാത്തയോൺ, ഓറൽ ഗ്ലൂക്കാത്തയോൺ എന്നിങ്ങനെ 2 തരമുണ്ട്. ഇതിൽ ഇൻട്രാവീനസ് അതായത് ഇഞ്ചക്ഷൻ FDA റെക്കമെൻഡഡ് മരുന്നല്ല, അതേസമയം ഓറൽ റെക്കമെൻഡഡ് മരുന്നാണ്. അതിനാൽ ഇൻട്രാവീനസ് നൽകുമ്പോൾ നമുക്ക് ഇതിന് സമ്മതപത്രം അടക്കമൊക്കെ വാങ്ങാറുണ്ട്. 2-3 ആഴ്ചകളിൽ ഇതിൻ്റെ ഫലം നമുക്ക് കാണാനും സാധിക്കും. അതായത് ഇൻട്രാവീനസ് തെറാപ്പിയാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്നത്. നമ്മുടെ സ്കിന്നിന് നിറം വന്നാലും അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പിന്തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ഇത് കുറച്ച് ചിലവേറിയ പരിപാടിയും കൂടിയാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ചിലർക്ക് ചെറിയ വയറുവേദനയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അത് ചിലരിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് FDA ഇത് റെക്കമെൻഡ് ചെയ്യാത്തത്. നമ്മൾ പറഞ്ഞു അത് നല്ല വിലയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫിലിം ഫീൽഡിലുള്ളവരാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ ഓറൽ ഗ്ലൂട്ടാത്തയോണിന് വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാക്കാറില്ല. ചെറിയ മനംപുരട്ടൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മിക്കവരിലും കണ്ടുവരാറുള്ളത്. ഓറൽ ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് വരുമോ അല്ലെങ്കിൽ ആ കിട്ടിയ നിറം നമുക്ക് അതുപോലെ തന്നെ നിൽക്കുകയൊന്നും ചെയ്യത്തില്ല. നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിൽ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ പലതും ലഭ്യമാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നോർമലി നമുക്കുള്ള ഒരു സ്കിൻ കളർ കൂടുതലായിട്ട് ബ്രൈറ്റ് ആവാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അല്പമെങ്കിലും നമുക്ക് കുറച്ച് റിസൾട്ട് കാണണം എന്നുണ്ടെങ്കിൽ പിൽസും ഇഞ്ചക്ഷനും തന്നെയാണ് അതിനുള്ള വഴി. പക്ഷേ അതാണെങ്കിൽ പോലും നമുക്ക് നോർമലി ഉള്ള ഒരു സ്കിൻ്റെ ഷെയ്ഡ് 1-2 ഷെയ്ഡും കൂടെ കൂട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മളെ വെളുപ്പിക്കാനൊന്നും അത് ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ സൗന്ദര്യം നമ്മൾ തൊലിപ്പുറമേ കാണുന്ന കളറോ അല്ലെങ്കിൽ ആ ഒരു മിനുമിനുപ്പോ ഒന്നും അല്ല എന്ന് ഇപ്പോഴും പലരും അംഗീകരിക്കാൻ തയ്യാറാവാറില്ല. നമ്മൾ പറഞ്ഞു ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഓറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതോ ഒന്നും നമുക്ക് പെർമനൻ്റായിട്ടൊരു സ്കിൻ ബ്രൈറ്റ്നസ്സിന് സഹായിക്കുന്നതല്ല. പക്ഷെ നമുക്ക്
ഈ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാതെ നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂട്ടാത്തയോൺ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഉറവിടങ്ങളുണ്ട്. നമ്മുടെ പച്ചക്കറികളിലും മിക്കതിലും ഇത് ഉൾപ്പെടുന്നുണ്ട്. ക്യാബേജിലും ബ്രൊക്കോളിയിലും തക്കാളി, തണ്ണിമത്തൻ, സ്പിനാച്ച്, ഉരുളക്കിഴങ്ങ് അങ്ങനെ നമ്മുടെ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള വെജിറ്റബിൾസിലും ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദിവസേന കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിന് നിറം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ഗ്ലൂട്ടാത്തയോണിൻ്റെ ഗുണങ്ങൾ, അതിന് മറ്റു ഗുണങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കൾ, അതുപോലെ കനത്ത ലോഹങ്ങൾ, മറ്റ് ദോഷകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിനെ സഹായിക്കും. ഇതുകൂടാതെ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സെൽസിൻ്റെ പുനരുജ്ജീവനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമൊക്കെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നതിന്, നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, കരളിൽ നിന്നും വിഷാംശം ഇല്ലാതാക്കാനായിട്ട്, അങ്ങനെ മൊത്തത്തിൽ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമായിട്ടുള്ള പോഷകമാണ്. നമ്മുടെ സെൽസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഈ ഗ്ലൂട്ടാത്തയോൺ സഹായിക്കും. ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു പ്രധാന ഘടകമാണ് സൾഫർ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് വെളുത്തുള്ളി, ഉള്ളി, ലീക്ക്, ചെറുപയറൊക്കെ നമുക്ക് അതിനായിട്ട് കഴിക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ള ചില പച്ചക്കറികൾ, അതിനെയൊക്കെ നമുക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് അവക്കാഡോയിലും, അതുപോലെ ചീര, ശതാവരി ചെടി, വാൾനട്ട്, തക്കാളി, സിട്രസ് പഴങ്ങളുണ്ടല്ലോ, അതായത് നമുക്ക് ഓറഞ്ച്, മുന്തിരി, നാരകങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പഴങ്ങളിലും ചെറിയ മധുര നാരങ്ങ, അതുപോലെ തണ്ണിമത്തന്, ഇങ്ങനെയുള്ള പലതിലും നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. നമുക്ക് ഫ്രൂട്ട് സാലഡായിട്ട്, സ്മൂത്തി ആയിട്ട്, ജ്യൂസായിട്ട്, ഐസ്ക്രീം, ഷേക്ക്, ഇങ്ങനെ പലതായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇതിനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. എന്നിരുന്നാലും അമിതമായിട്ടുള്ള അളവിൽ നമ്മളിതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദനയോ ഓക്കാനോ വയറിളക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലരിൽ ചൊറിച്ചിൽ, ചുണുങ്ങ്, അതുപോലെ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ അലർജി, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ തന്നെയാണിത്. എന്നാലും നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് പുതിയ സപ്ലിമെൻറ്റ് സമ്പ്രദായം തന്നെ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതൊക്കെ തുടങ്ങാതെ നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.